നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അത്യന്തം വിചിത്രമായ ചില വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ സമാധിയായെന്ന് മക്കൾ നാട്ടുകാരോട് പറയുന്നു. നാട്ടുകാർക്ക് മരണത്തിൽ സംശയം തോന്നുന്നു. കല്ലറ പൊളിച്ച് പരിശോധിക്കാനുള്ള ശ്രമം ആദ്യം തടയുന്നു. തുടർന്ന് രണ്ടു ചേരിയായി തിരിഞ്ഞ് തർക്കമാകുന്നു. എന്തായാലും കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തി. സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നാലേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയൂ. വീട്ടുകാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ചില പ്രത്യേക ശക്തികളൊക്കെ ഇടപെട്ട് വിവാദമാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ ഈ സമാധി വിവാദത്തെ ചിലർ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് വരും മുമ്പ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ ബി വിനോദ് കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? കിരൺ, സമാധി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഭൗതികദേഹം ഈ സമാധി തറയിൽ അത് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കർമ്മങ്ങൾ, ഇതിൻ്റെ പൂജാകർമ്മങ്ങൾ പുരോഗമിക്കുന്നു. പാദപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നാണ് മൃതദേഹം യാത്രയായി ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം പ്രത്യേക പ്രാർത്ഥന നടന്നു. ഇനി അവശേഷിക്കുന്ന കർപ്പൂരം ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ ഈ തറയിൽ നേരത്തെ തന്നെ നിരത്തിയിരുന്നു. ഇനി ഭസ്മം മൂടേണ്ടതുണ്ട്. പൂക്കൾ കൊണ്ട് ഈ ഋഷിപീഠം, അങ്ങനെയാണ് ഈ സമാധി തറയ്ക്ക് ഇപ്പോൾ പേര് നൽകിയിട്ടുള്ളത്, ഋഷിപീഠം അലങ്കരിച്ചിട്ടുണ്ട്. ചെങ്കൽ ശിവക്ഷേത്രത്തിലെ മഠാധിപതി ആണ് ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ തന്നെയും ധാരാളം ഋഷിമാർ, അവർ പല മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരാണ്. അവരെല്ലാം തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ധാരാളം ജനങ്ങൾ, പരിസരവാസികളും അല്ലാത്തതുമായ നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ വിവാദത്തിലേക്ക് പോയ സംഭവം, കോടതിയുടെ ഇടപെടലുണ്ടായി. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന നിലയിലായിരുന്നു പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നത്. പിന്നീട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. RDO ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ഒരു രാത്രി സൂക്ഷിച്ച ശേഷമാണ് ഇപ്പോൾ ഈ തരത്തിൽ ചടങ്ങുകളിലേക്ക് പോകുന്നത്. ഇവിടെ ഈ സമാധി പീഠത്തിൻ്റെ, ഋഷിപീഠത്തിൻ്റെ ആകൃതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നേരത്തെ ചെറിയ രീതിയിലാണെങ്കിൽ അത് കുറച്ചുകൂടി വലുതാക്കി നിർമ്മിച്ചു. ഒരു ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തി വിപുലമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സമാധി ചടങ്ങ് നടക്കുന്നത്. കിരൺ, ശരി. ബി വിനോദാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അവിടെ ചടങ്ങുകൾ നടക്കുകയാണ്. തലശ്ശേരിയിൽ നിന്നും ശ്രീ ദിവാകരനാണ് ചേരുന്നത് ആദ്യ പ്രേക്ഷകനായി. ശ്രീ ദിവാകരൻ, നമ്മൾ അത്യന്തം കൗതുകകരമായ ഒരു വാർത്തയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടുകാരുടെ സ്വകാര്യ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അവരുടെ പിതാവിൻ്റെ മൃതദേഹം ഏതു തരത്തിൽ സംസ്കരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അത് വെച്ച് ചില മുതലെടുപ്പ് നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ? സാറേ ഉണ്ട്. കട്ടായി പോണ്ടേ സാറേ, ഞാൻ കുറേ വിളിച്ചിട്ട് കിട്ടാം. അത് കുറച്ചു നേരം അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാൻ വേണ്ടി നമ്മൾ അവിടെ തത്സമയം അവിടെ ചടങ്ങുകൾ നടക്കുകയാണ്. അത് കൂടി കാണിക്കാൻ വേണ്ടി നമ്മൾ സമയമെടുത്താണ്. പറഞ്ഞോളൂ. സാറിനെ കൊറിയയിലെ കാണാതെ? ഇല്ല, ഞാൻ ഉണ്ടായിരുന്നു. താങ്കൾ സ്ഥിരമായി കാണുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് എല്ലാ ദിവസവും കാണണം. നല്ലത് തന്നെയാ. ശരി. അവതരിപ്പിക്കുന്ന ബോട്ടാർ സൈന്ന് സാറേ, ഞാൻ പറഞ്ഞാൽ ഇവര് ഈ തട്ടിപ്പാക്കിയിട്ട് ഇപ്പൊ ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ദൈവമാവുക, എന്നിട്ട് ആളെ വിഡ്ഢികളെ, കുറെ വിഡ്ഢികള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊണ്ടുകൊടുക്കുക, എന്നിട്ട് അതിന് മുതലെടുക്കേണ്ടിട്ട് ഇപ്പൊ തന്നെ കോടതിയുടെ ഇതിലുള്ള ഇനിയും കുറെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പിൽ പിന്നെയും തുടങ്ങി ഇതും അതിന് കുറെ പെരാന്തം, കുറെ ആൾക്കാരും കുറെ ഞാനൊരു 73 വയസ്സൊക്കെ ആളാണ്. എനിക്ക് ഇവരെ തട്ടിട്ട് കുറെ പൈസ ആളിനെ പറ്റിച്ചിട്ട് ഇതൊക്കെ ഓരോരുത്തർ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ദാസൻ, ഇങ്ങനെയൊക്കെ താങ്കളുടെ കുറെ കൂടി പ്രായമുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള മുൻകാലങ്ങളിലൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇത്തരം സംഭവങ്ങളൊക്കെ? ഇല്ല കിരൺ ബാബു, എനിക്ക് പേടിയാവുക ഈ നാട്ടിൽ ജീവിക്കാൻ. ഇതെന്തൊക്കെയാ നടക്കുന്നത്? ഈ 2025 ഈ സംഭവം എന്ന് പറഞ്ഞു. ഇത് ഈ ആന്തരിക അവയവത്തിന്റെ പരിശോധന റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ ജയിലിൽ പോകുമെന്ന് പറയാൻ പറ്റൂല. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലൊക്കെ നമ്മളെ ഈ കേരളത്തിൽ
ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഞാനൊരു ഹിന്ദുവാ. ഹിന്ദു സന്യാസിമാരാണ് ഈ എന്ത് ഓം ശിവായ ആ സ്ത്രീ അന്ന് ആ ഭാര്യ അവരന്ന് കളിച്ച കളി എന്തായിരുന്നു? പിറ്റേന്ന് കോടതിന്റെ ഓർഡർ വന്നപ്പോ അവർ കളിച്ച കളി എന്താണ്? ഇതൊക്കെ ഒരു ശുദ്ധ തട്ടിപ്പാണ്. ഇവരൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ പോലത്തെ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ ആന്തരിക ഫലത്തിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉള്ളിൽ പോകും. എന്തൊരു നാടായിട്ട് പേടിയാണ് നമുക്ക് ജീവിക്കാൻ നാട്ടില്. നമുക്ക് അങ്ങനെ ഇപ്പോൾ ആന്തരിക ഫലത്തിന്റെ ഫലം വരാതെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉള്ളിൽ പോകുമോ ഇല്ലയോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയില്ല. നമ്മുടെ വിഷയം അതല്ല, അത് മറ്റൊരു വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ ഇതിലൊക്കെ ചില ഒരാളുടെ സ്വകാര്യമായ വിഷയമാണ്, അവരുടെ പിതാവിനെ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷേ അത് വെച്ചിട്ട് വലിയ തരത്തിലുള്ള മുതലെടുപ്പും അതിനെ വെച്ച് മറ്റു തരത്തിലേക്കൊക്കെ മാറ്റുന്ന വിഷയങ്ങൾ ഉള്ളതുകൂടി വന്നതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഗിരിധരനാണ് ചേരുന്നത്. ശ്രീ ഗിരിധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഈ മൃതശരീരത്തോടു കൂടി നമ്മൾ ആദരവ് കാണിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അതെ, ഇപ്പൊ ഈ മൃതശരീരത്തിന് രണ്ടാമതും കൊണ്ടുവന്ന് ഇങ്ങനെ കാലൊക്കെ മടക്കി വെക്കുന്നത് നിയമപരമായി അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാർ എന്താണ് നിയമത്തിന് മുന്നിൽ അങ്ങനെ ഒരു കാല് മടക്കി വെക്കുന്നതോ കാല് നൂത്ത് വെക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവുമായിട്ടോ അതൊക്കെ ബന്ധപ്പെട്ടോ അതൊന്നും ഒരു വലിയ വിഷയമല്ല. അപ്പം ഒരാൾക്ക് എങ്ങനെ വെക്കണം എന്നുള്ളത്. പക്ഷെ ഈ മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ഈ മുതലെടുപ്പുണ്ട്. ഹിന്ദു ആയാലും അതുണ്ട്, അത് ശരിയാണ്. അങ്ങനെ മുതലെടുപ്പുകാർക്ക് പ്രത്യേകിച്ച് മതമൊന്നുമില്ല, അവർക്ക് ഒറ്റ മതമേ ഉള്ളൂ. ഏത് മതമായാലും മുതലെടുപ്പാണ് അവരുടെ മതം. മതം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്ക് മുമ്പേ ഈ 2 മക്കളും അമ്മയും മരുമകളും അല്ലാതെ ഒരുത്തര പരിസരത്ത് ഞാൻ കണ്ടിട്ടില്ല ടിവിയിൽ കൂടെ. ഇന്ന് വന്നപ്പം ഭയങ്കര ജനക്കൂട്ടാണ്. അപ്പൊ ജനത്തിന്റെ ആ മനസ്സ് എത്രത്തോളം മാറിപ്പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ശ്രീ ഗിരിധരൻ, അത് എല്ലാവരും വരുന്നതൊന്നും വിശ്വാസത്തിന്റെ പുറത്ത് വരുന്ന ആളുകളൊന്നും മാത്രമല്ല. അത് ഇത്തരം ഒരു കാര്യം കൗതുകം നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ ഒരു സമാധി ഇത് വഴിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മനുഷ്യരും നോക്കില്ലേ? എല്ലാ മനുഷ്യരും കൗതുകത്തോടെ അതിൽ കാത്തു നിന്ന് കാണില്ലേ? കൗതുകത്തോടു കൂടി കാത്തു നിൽക്കുകയാണെങ്കിലും പിന്നെ അന്നൊന്നും കാണാത്ത ഈ സ്വാമിമാരുണ്ടല്ലോ, ഇപ്പൊ ചെങ്കൽ സ്വാമി അങ്ങനെയൊക്കെ പറയുന്നത് ഞാനിന്ന് കേട്ടു. ഈ സ്വാമിമാര് എല്ലാവരും വന്ന് വളരെ പിന്നെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അരുണാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ശ്രീ അരുൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു സാധാരണഗതിയിൽ കേരളീയ സമൂഹത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ സമാധി സംബന്ധിച്ച് ഇത്തരം ഒരു വാർത്ത എന്തായാലും സമീപകാലത്ത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ചിലരുടെ മുതലെടുപ്പ് ഇതിന് പിന്നിലുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് സാറേ, ഇതൊരു മുതലെടുപ്പായിട്ട് എനിക്കും തോന്നിയിട്ടില്ല. കാരണം ഒരു സമൂഹത്തിന് ഇതുപോലുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ടപ്പോൾ അവരത് എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും എന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കാണാതിരിക്കുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കളായ ആളുകൾ അതിനെക്കുറിച്ചത് അവരെ അറിയുന്ന ആളുകളോടൊരു കംപ്ലൈന്റ് പറഞ്ഞു. അത് സത്യം തന്നെയാണ്. പക്ഷെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ അവരെടുത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അച്ഛൻ മരിച്ച സമയത്ത് എന്നോട് എന്റെ അച്ഛൻ പറയാണ്, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് എന്റേതായ കുറച്ച് എന്റെ അന്ത്യാഭിലാഷം ഉണ്ട് എന്ന് എന്റെ മക്കളോട്, എന്റെ അച്ഛൻ എന്നോടും എന്റെ ഏട്ടനോടും. സ്വാഭാവികമായും അങ്ങനെ ചെയ്യാം. ഓരോരുത്തരും നമ്മൾ അക്കാര്യത്തിൽ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. വ്യക്തികളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ ഇന്ന രീതിയിൽ സംസ്കരിക്കണമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. അതല്ലല്ലോ ഇവിടെ വിഷയം. ഈ സമാധി വെച്ച് അതിനെ മറ്റു തരത്തിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു വിഷയമാക്കുക, അതൊരു വ്യക്തിയുടെ സ്വകാര്യ വിഷയമായി മാറേണ്ടതാണ്. സംസാരിച്ചല്ലോ, അതോടെ തീരുമാനം വന്ന സമയത്ത് നമ്മുടെ നിയമം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ? അതെ, നിയമം ചെയ്തു. നിയമം അതിന് വേണ്ടിയിട്ട് അത് ഗവൺമെന്റ് അതിന് വേണ്ട സാഹചര്യങ്ങൾക്ക് എടുത്ത് അത് അവര് അതിന് വേണ്ട. ശരി, ശ്രീ ഉമേഷ് കൂടി ചേർന്നുണ്ട് പാലയിൽ നിന്ന്. ശ്രീ ഉമേഷ്, താങ്കളൊക്കെ സ്ഥിരമായി ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊരു പുതിയ വിഷയം കൂടിയാണ്, ഈ സമാധിയുമായി ബന്ധപ്പെട്ടത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇടപെടാറില്ല. അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അതായത് 5-6 പേരിൽ ഒതുങ്ങിയ ഒരു സംഭവമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ചാനലുകാരും കൂടി വളരെ പ്രശസ്തമായിട്ട് അവർ ഇത്ര ഉള്ളൊരു പരിപാടിയിലോട്ട് ആൾ എത്തിച്ചു കൊടുത്തിട്ട് വളരെ നന്ദിയുണ്ട്. ഒരു ഹിന്ദു എന്ന നിലയിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളെ ഇപ്പൊ ഇവിടെ ഇതടക്കം സംഭവമില്ല. ഇതിപ്പം നീപോരായിട്ടുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി രാസപരിശോധന വരെയുള്ളൂ. ഇതുവരെയുള്ള സംഭവത്തിൽ ഒരു കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല. ഇനിയെങ്കിലും ഉള്ള സംഭവം അവരുടെ ഇഷ്ടത്തിൽ നടത്തണമെന്ന്. ഇവിടുത്തെ എന്തിനാ ഈ തീവ്രവാദികളായ ആൾക്കാർക്ക് എന്തിനാ ഈ വെറുപ്പ് കാണിക്കുന്നത്? ഇവിടുത്തെ തീവ്രവാദമായ ഒരുത്ത ദാസൻ എന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തം വിളിച്ചു. അവന് ഹിന്ദു തീവ്രവാദിയാ, ഹിന്ദുക്കളിലുണ്ട് തീവ്രവാദി, അതിൽപ്പെട്ട ഒരുത്തനവൻ. ഇതെന്തിനാ ഉമേഷ്? അങ്ങനെ ശ്രീദാസനൊക്കെ സ്ഥിരമായി എത്രയോ കാലമായി എത്രയോ വിഷയങ്ങൾ വിളിക്കുന്ന ആളാണ്. അങ്ങനെ ദാസൻ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയുന്ന ഒരാളല്ല.
മോശപ്പെട്ട രീതി അവനിപ്പോ പറഞ്ഞ അഭിപ്രായം അവനിപ്പോ എന്താണ് പറഞ്ഞ അഭിപ്രായത്തിൽ അങ്ങനെ ഒരാളെ അവൻ എന്ന് പറഞ്ഞല്ലോ സംബോധന ചെയ്യേണ്ടത്? അത് നമ്മളൊരു ശ്രീ ഉമേഷ്, അത് ശരിയല്ല. ഉമേഷ് വിളിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെയല്ലല്ലേ, ഇപ്പൊ താങ്കളുടെ പേര് മാറ്റിയാണ് വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ, ഞാൻ അങ്ങനെ അത് അന്വേഷിക്കുന്നില്ല. അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലാത്തതിന് അവൻ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ശ്രീ ഉമേഷ് അങ്ങനെ മോശപ്പെട്ട ഏതെങ്കിലും ഒരു വാക്ക് ദാസൻ പറഞ്ഞിട്ടില്ല. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളുണ്ട്, അതിൽപ്പെട്ട എന്ത് താങ്കൾ അങ്ങനെ പറയുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് താങ്കൾ പറയുന്നത് മാന്യമായ ഒരു പ്രതികരണമല്ല. ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ വന്നാൽ തിരിച്ചു പറയും ദാസനല്ല, ദാസന്റെ അപ്പന്റെ അപ്പനാന്ന് പറഞ്ഞാലും പറയും. അത് ശ്രീ ഉമേഷ്, എനിക്ക് മറ്റൊന്നുകൂടി താങ്കളോട് പറയാനുണ്ട്. ഒരാളുടെ അപ്പൻ്റെ അപ്പന് വിളിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് ശുദ്ധമായ വിവരക്കേടാണ്, ശുദ്ധമായ സംസ്കാര ശൂന്യതയാണ്. അത് താങ്കൾ ചെയ്തത് തീരെ ശരിയല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ശ്രീ ബാബു ആണ് പാലയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ ബാബു, കേരളീയ സമൂഹത്തിൽ അങ്ങനെ അടുത്തിടയ്ക്കും കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. ഇതൊരു വീട്ടുകാരുടെ സ്വകാര്യ വിശ്വാസമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അച്ഛൻ്റെ ആഗ്രഹമോ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമായി മാറേണ്ടതായിരുന്നു. അതിനെ ഒരു വലിയ വിഷയമാക്കി മാറ്റിയെടുത്ത് ചിലർ മുതലെടുപ്പ് നടത്തുകയാണോ? അല്ല, എനിക്കിത് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ എന്തിനാ ഇത് പൊക്കിപ്പിടിക്കുന്നത്? നാട്ടിൽ കൗതുകരമായി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ വാർത്ത കാണില്ല. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഇല്ല, മാധ്യമങ്ങൾ ഈ ഹീനമായ പ്രവൃത്തിക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇത് ഒരിക്കലും ശരിയല്ല. ഇതിനേക്കാൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ നാളെ ഒരു കാണിക്കപ്പെട്ടിയും വെക്കും, നേർച്ചയിടും, അങ്ങനെ ഒരു വരുമാനമാകും, മുതലെടുക്കും. അതൊക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമല്ലേ, നേർച്ചപ്പെട്ടി വെക്കുകയോ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കതേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായത്തെ പൂർണ്ണമായും മാനിക്കുന്നു. പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് കൗതുകരമായി ഇത്തരം വാർത്തകൾ കാണാൻ ഇപ്പോൾ ഇത് പോകുന്നതിന് കൂട്ടത്തിൽ 50 പേരിൽ താഴെയാണ് കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ കാണാൻ വഴിയരികിൽ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ കൊണ്ട് ആളുകൾ അങ്ങനെയൊക്കെ നിൽക്കും. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് കുറെ കൂടി ജീവിതാനുഭവമൊക്കെ ഉള്ള ആളാണ്. താങ്കളുടെ ഒരു ഓർമ്മ പരിധിയിൽ ഇത്തരമൊരു വിവാദം അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയുന്നത് ഒരാളുടെ മരണം നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഈ മരണം ഇവരൊക്കെ ചേർന്നൊരു കോമഡിക്ക് മാറ്റിയിരിക്കണം. അതാണ് പ്രത്യേകത. ആ പാവ മനുഷ്യൻ അദ്ദേഹം മരിച്ചു പോക്കോട്ടെ, അദ്ദേഹത്തിനെ പിടിച്ച് വെറുതെ സിദ്ധനാക്കി. ഇവിടെ നമ്മൾ തമാശക്ക് എങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അൻവറിനെ അങ്ങനെ കുറെ പേരുണ്ട്, നമ്മുടെ ജയശങ്കർ, അതുപോലെ നമ്മുടെ രാഹുൽ ഈശ്വർ, ഇവരൊക്കെ സിദ്ധന്മാരായിട്ടായിരുന്നു കോമഡിക്കാരായിട്ട് അൻവറിനെയൊക്കെ. ശരി, ഓക്കെ. എന്തായാലും അവരൊക്കെ എന്താണ് ഇതുകൊണ്ട് ബന്ധപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. നമസ്കാരമുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആദ്യമേ ഞാൻ പറയട്ടെ. ഞാൻ ഗുരുസ്വാമിയുടെ 3 പ്രതിഷ്ഠ വെക്കാൻ വേണ്ടി ഗുരുമന്ദിരത്തിൽ പണി ചെയ്തവനാണ് ഞാൻ. അതുപോലെ തന്നെ ഒരു ദേവീ ക്ഷേത്രത്തില്, പുതിയതല്ല പഴയ ക്ഷേത്രമാണ്, അവിടെ ഈ പൂജകൾ നടക്കുന്നത്, അവിടെ ഈ പറക്കി ഇറങ്ങുന്നതൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ആ ശ്രീകോവിലിന് ഉള്ളിൽ കയറിയിരുന്ന് പണി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഒരു കാരണവശാലും ജാതിയും മതവും ആയിട്ട് കൂട്ടിക്കളിക്കാൻ പാടില്ല. ഓരോരുത്തരുടെ വിശ്വാസം അത് അവരവരുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ ഒരിക്കലും മറ്റൊരു മതത്തെ. അതെ, അത് താങ്കളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ്. ഓരോരുത്തരുടെ വിശ്വാസം ഓരോന്നാണ്. പക്ഷേ അത്തരം വിശ്വാസങ്ങളെ വെച്ച് ചില ആളുകൾ മുതലെടുക്കുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതിന്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോടെ. എന്റെ വീടിന്റെ അടുത്ത് ഒരു 48 വർഷമായി ഇതുപോലെ ഒരു സ്വാമി നേരത്തെ പറഞ്ഞ് ഞാൻ ഇത്രാം തീയതി ഇത്ര മണിയാകുമ്പോൾ സമാധിയാവുമെന്ന്. എന്നിട്ട് നാട്ടുകാരും പോലീസും എല്ലാം ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ 2 മാസത്തിന് ശേഷമാണ് ആ ആള് മരണപ്പെടുന്നത്. ശരി, ഓക്കെ. ശ്രീകുമാറാണ് ചവറയിൽ നിന്നും ചേരുന്നത്. ശ്രീകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. ഈ സമാധി എന്ന് പറഞ്ഞാൽ യോഗിവര്യന്മാർക്കുള്ള ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ കുടുംബം അത് ഇത്രയും അലങ്കോലമാക്കുന്നത് ഉണ്ടാക്കി. ശരി, താങ്കൾ TV മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് താങ്കളുടെ സൗണ്ട് കൃത്യമായി തുടർന്ന് പറയാൻ കഴിയാതെ വരുന്നത്. ശ്രീ അഭിലാഷാണ് ആറ്റിങ്ങൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ അഭിലാഷ്, എന്തായാലും താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരും പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് ഈ വാർത്തയെ കൗതുകപൂർവ്വം അല്ലാതെയും ഒക്കെ കണ്ട മനുഷ്യരുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ചുറ്റുവട്ടത്ത് മാത്രമായി ഒതുങ്ങേണ്ട ഒരു കാര്യം ഇത്രയും ആൾക്കാർ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞതിൽ വളരെ ഇതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവും. ഇനി ഭാവിയിൽ
അല്ലെങ്കിൽ ഇത് ആ ഭാഗത്ത് മാത്രം അറിയേണ്ട ഒരു കേസിട്ടാണ് ഈ സമാധി. ഇതിപ്പോ കേരളത്തിൽ മുഴുവനും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് അത്രയും ഫേമസ് ആക്കിയത് ഈ നിങ്ങളൊക്കെയാണ്. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ശരി, താങ്കൾ പറഞ്ഞ വിഷയത്തെ ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ശ്രീ സുരേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ, ഈ സമാധി വെച്ച് ഒരു വീട്ടുകാരുടെ സ്വകാര്യമായ ഒരു വിഷയം കൂടിയായിരുന്നു അത്. അവരുടെ അച്ഛൻ എങ്ങനെയാണോ അടക്കാൻ ആഗ്രഹം പറയുന്നത് ആ രീതിയിൽ അടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവകാശമുണ്ട്. അത് ആ വിഷയത്തെ മറ്റു പല ആളുകൾ ചേർന്ന് മുതലെടുത്ത് ഇപ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണോ? അതെ, അത് തന്നെയാണ് നമുക്കും തോന്നുന്നത്. കാരണം ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുകയാണ്, ഞാനൊരു ക്ഷേത്രത്തിന്റെ ശാന്തിയാണ്, എനിക്ക് മന്ത്രജപമുണ്ട്, കാര്യങ്ങളുണ്ട്, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഒരു 80 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ തീരുമാനിക്കുകയാണ്, എന്റെ മക്കളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, മക്കളെ ഞാൻ മരിക്കുന്ന സമയത്ത് എന്നെ സമാധി ഇരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആർക്കാത് ബുദ്ധിമുട്ട്? അയൽവക്കത്തുള്ളവരുത്തെ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കേസല്ല പറയുന്നത്. എന്റെ അടുത്തുള്ള മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളിനെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ കവറടക്കുക, അതിനെ പൊളിക്കാനായിട്ട് ഇവിടുത്തെ സമൂഹം സുരേഷ് കുമാർ, അങ്ങനെയല്ല. സാധാരണഗതിയിൽ നാട്ടിൽ ഒരു മരണം ഉണ്ടായാൽ ആ മരണം ഏതെങ്കിലും ഒരു ഡോക്ടറോ ആരെങ്കിലും വന്നത് സ്ഥിരീകരിക്കുകയും നാട്ടിലെ ആളുകളൊക്കെ കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ രഹസ്യാത്മകമായ ഒരു കാര്യം വന്നപ്പോൾ സംശയം തോന്നി. അത് അങ്ങനെ ചെയ്തില്ലോ എന്ന് നമുക്കറിയില്ല. അല്ല സാർ, അവർക്ക് ആ മക്കൾക്ക് തെറ്റുപറ്റി. കാരണം അവരിത് പൊതിഞ്ഞു വെച്ചു. അവര് ഈ ഒരു കേസിനെ പൊതിഞ്ഞു വെച്ചിട്ട് ഇവരിത് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് 2 പേരെങ്കിലും വിളിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ആരൊക്കെ സംസാരിക്കണായിട്ട് ഈ 2024 ഇങ്ങനെയൊക്കെ സംഭവിക്കണുണ്ടാവെന്ന് ചോദിച്ചാൽ 2024 നമ്മൾ വിവാഹം കഴിച്ചാൽ നമുക്ക് കുട്ടികളുണ്ടാവണല്ലേ? പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓരോ വിശ്വാസമാണ്. ഇല്ലേ? നമുക്ക് ശരി, അല്ല, ഒരു വിശ്വാസത്തിന് നമ്മളെതിരല്ല. ഒരു വിശ്വാസം ഓരോരുത്തരുടെ സ്വകാര്യമാണ്, മറ്റുള്ളവരെ ബാധിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അല്ല സാർ, പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ ഈ പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം നടിക്കുന്ന ഈ വെറും വിഡ്ഢികളായ നമ്മളെ കേരളീയർക്ക് ഇത് അറിയില്ലാതെ ഉള്ളൂ. നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെ കേരളം മറ്റ് ഇടങ്ങളെ പോലെയൊന്നും അല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നവോത്ഥാനമൊക്കെ എത്രയോ കാലം മുമ്പേ വന്നതും നമ്മൾ ഒരുപാട് അനാചാരങ്ങളൊക്കെ നവോത്ഥാനം വന്നു എന്ന് നടിക്കുന്നതാണ്, തൂത്തെറിഞ്ഞതുമാണ്. എന്തായാലും ശരി, ഓക്കെ. അതും തെറ്റാണ്. കേരളത്തിൽ നവോത്ഥാനം വന്നു എന്ന് പറയുന്നത് എന്തായാലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള ജീവ സൗകര്യത്തിലേക്കും നവോത്ഥാനത്തിലേക്കും വന്നിട്ടുണ്ടല്ലോ. ഒന്നുമില്ല, തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത വർഗ്ഗങ്ങളാണ് കേരളീയർക്ക്. അല്പ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ അതിനൊട്ട. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും അത്ര അഭിപ്രായത്തോട് തൽക്കാലം യോജിക്കാൻ നിർവാഹമില്ല. എന്നാലും താങ്കൾ ഓരോരുത്തർക്കും ഓരോരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായും. ശ്രീമതി വിജിയാണ് തുറവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി, എനിക്ക് പറയാനുള്ളത്, അവതാര പുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ, ഒരു കല്ലിൽ ശിവപ്രതിഷ്ഠ നടത്തിയ ആളാണ്. അതേപോലെ തന്നെ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ സാക്ഷാൽ പരമശിവന്റെ ഒരു ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ഒരു ക്ഷേത്രം കൊണ്ടുപോവുകയും ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ വിജയം കൈവരിച്ചത് സാക്ഷാൽ കുറെ വിശ്വാസികളുടെ ഇടയിലുള്ള പരമശിവന്റെ വിജയമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ശിവനെ അഭിഷേകം ചെയ്യുന്ന പോലെ ഭസ്മമാണ് അയാളുടെ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് സാക്ഷാൽ പരമശിവന്റെ വിജയമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. വിശ്വാസികൾ ശ്രീമതി വിജയ് ആ തരത്തിലേക്കൊക്കെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരാളുമായി എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ താരതമ്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത് അത്ര കടന്ന കൈയായി പോയി എന്ന് പറയാതിരിക്കാൻ യാതൊരു. ഇയാളും ഇയാളുടെ വീടിനോട് അടുത്ത് തന്നെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം ഉണ്ടാക്കിയ ഒരാളാണ്. നാരായണ ഗുരു ശിവലിംഗം പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ശിവന്റെ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ശിവന്റെ വിജയമാണ്. ശ്രീമതി വിജയ് സമ്മതിച്ചു. പക്ഷേ താങ്കൾ ഈ ശ്രീനാരായണ ഗുരുവുമായി ഇതിനെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നത് എനിക്ക് മിനിമം ഇതിൽ പറഞ്ഞാൽ ചരിത്രവുമായി കുറെ കൂടി ചരിത്രത്തോട് ചെയ്യുന്ന ഒരു വലിയ നീതികേടൊക്കെയാണ് താങ്കൾ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതല്ല, അത് ഇതിൽ ഇവർക്ക് ചെയ്തത്, ഇവർ മക്കൾ ചെയ്തത്, ഒരു ഡോക്ടറെ കൊണ്ടുവന്ന ഒരു മരണം സ്ഥിരീകരിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ അച്ഛൻ എന്ന നിലയിൽ അവർക്ക് എങ്ങനെയാ അവരുടെ അതിനാരും തടസ്സമല്ല. ഓരോരുത്തരുടെ അച്ഛന്റെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയോ ഏത് തരത്തിൽ സംസ്കരിക്കണം എന്നുള്ളതിന് മറ്റുള്ളവർക്ക് ദോഷമാകാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൽ യാതൊരു തടസ്സവുമില്ല. ഇവർ ചെയ്ത ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഇവര് ഡോക്ടറെ കൊണ്ടുവന്നു. അതെല്ലാം ശരി പറഞ്ഞു. പക്ഷെ മറ്റേതൊക്കെ പറയുമ്പോൾ നമ്മളെ ഈ ഉപമയൊക്കെ എടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ശിവലിംഗം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളോ അത് ഏതെങ്കിലും ഒരു ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ, സമൂഹത്തിന് ഉണ്ടാക്കിയ വിപ്ലവത്തെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നത് ഇത്തിരി കടന്ന കൈ, ഇത്തിരി വല്ലാതെ കടന്ന കൈയായി പോയിട്ടു. പക്ഷെ അതേപോലെ തന്നെ ഇയാളും ആ ശിവലിംഗമല്ല. ശരി, ഓക്കെ, എന്തായാലും ശരി, സമ്മതിച്ചു. ശ്രീ സൂരജ് ആണ് കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സൂരജ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ സാർ ഓരോരാള് വിശ്വാസങ്ങൾ പലതരം ഇരിക്കുമല്ലോ, നമ്മളിപ്പോ കണ്ടതാണല്ലോ.
ഇപ്പൊ നമ്മുടെ ലോറൻസ് മരിച്ചപ്പോഴും മക്കള് അടികൂടുന്ന കണ്ടില്ലേ? ഒരാൾ പറയുന്നു ഇത് വേണമെന്ന്. അപ്പൊ ആരാണോ എന്താണോ അവര് തീരുമാനിക്കുന്നത്, അവരുടെ ഒരു വിശ്വാസങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ ചടങ്ങുകൾ, കാര്യങ്ങൾ, ഇങ്ങനത്തെ ഈ സമാധി സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെറിയ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സമാധി വെക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നേരം ഒരേ കാര്യം തന്നെ 3-4 ടൈപ്പിലാണല്ലോ ഇപ്പോൾ നിർവചനം കൊടുക്കുന്നത്. ശരി, ശ്രീ സൂരജിന്റെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാബു ആണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു വീട്ടുകാരുടെ സ്വകാര്യമായ ഒരു വിഷയത്തെ ഇപ്പോൾ മറ്റു ചില ആളുകളൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള പല രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത്, അത്തരം ഒരു മുതലെടുപ്പിനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ശ്രീ ബാബു, താങ്കൾക്ക് പറയാം. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. സാറേ ഇതിനകത്ത് ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ സമാധിയാണ്, ഓക്കെ, അതൊക്കെ ഒരു വിശ്വാസമുണ്ട്. പിന്നീട് സന്യാസി എന്ന് പറഞ്ഞു, ഇപ്പൊ ഋഷിവരൻ എന്ന് പറഞ്ഞു. ഈ സന്യാസി ഋഷിവരന്റെയൊക്കെ നിർവചനം അല്ലെ, അതിന്റെയൊക്കെ അർത്ഥം വേറൊരു തലമല്ലേ സാറേ? ശരിയല്ലേ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയാണ് ഈ ഭാര്യയും 2 മക്കളും ഭാര്യയുമായിട്ട് ശരീരബന്ധവും ഇതെല്ലാം പുലർത്തി ഇപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സന്യാസി അല്ലെങ്കിൽ ഋഷിവരനൊക്കെ ആക്കാന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു മതത്തെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലാണെന്ന് ഞാൻ പറയണത്. കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റാം. ഇതം ശരീരം കൗന്ദേയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിൽ നല്ല അങ്ങനെ ഹിന്ദുമതത്തിനെ ഏതെങ്കിലും തരത്തിൽ അവമാനിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ഹിന്ദുമതത്തിന്റെ വ്യത്യസ്തമായ ധാരകളുണ്ട്, അതിൽ ഇതെല്ലാം ചേരുന്നതാണ്. ഗൃഹസ്ഥാശ്രമികളായ സന്യാസിമാരും ഋഷിമാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഹിന്ദുമതത്തിനെ അതിലേതെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചു എന്ന് കരുതി അയാൾ ഋഷി ആവരുത്, സന്യാസി ആവരുത് എന്നൊന്നുമില്ല. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും ചേരുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു ചെറിയ സംഭവത്തെ വെച്ച് വലിയ മുതലെടുപ്പാണോ ഇപ്പോൾ നടക്കുന്നത്? നമസ്കാരം. നമസ്കാരം. എനിക്ക് മനസ്സിലായിടത്തോളം ഇതൊരു പ്രാദേശിക ഡിഷിൽ വരുന്ന ചരമക്കോളത്തിൽ വരുന്ന ഒരു കാര്യം ഒരു ആഴ്ചയായി കേരളം മുഴുവനും, ഇനി കേരളത്തിന് പുറത്ത് ചർച്ചയാവുന്നുണ്ടോ എന്ന് അറിയില്ല, അക്കാര്യത്തിൽ അവര് വിജയിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഈ നമ്മളെ വിലയേറിയ മണിക്കൂറുകൾ ആളുകളുടെ ഈ TV ചാനലുകളുടെയൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കാനും കേരളം മുഴുവൻ ചർച്ച ചെയ്യാനും ഒരു അവസരം ഉണ്ടാക്കി അവർ ഫേമസ് ആയി എന്നുള്ളതാണ് എന്റെ ചെറിയ ബുദ്ധിക്ക് തോന്നുന്ന കാര്യം. അല്ലാണ്ട് ഇതിനകത്ത് ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യമാണ്. താങ്കൾ പറഞ്ഞതിനകത്ത് കുറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ സജിത്ത്, നമസ്കാരം. തിരുവനന്തപുരത്ത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവില്ല. ശരി, ഓക്കെ. താങ്കൾ അതിനെ ഈ വാർത്തയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഈ വാർത്ത ഇന്നത്തെ വാർത്തയെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അവരവരുടെ അച്ഛനും അമ്മയൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആ വീട്ടുകാരാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ 2 ദിവസം മുമ്പ് അവർ കാണിച്ച നാടകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കാണിച്ചതൊക്കെ ശരി തന്നെയാണ്. കാരണം പണ്ട് ഒരു കാലഘട്ടം മാറിപ്പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ അന്ന് ദൈവം പ്രത്യക്ഷപ്പെടുകയും ഈ മുനിമാരൊക്കെ ഉള്ള കാലഘട്ടം അന്നായിരുന്നെങ്കിൽ ഇതെല്ലാം സ്വാഭാവികമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ മാറി. ഇന്നിപ്പോ ജനാധിപത്യ കാലഘട്ടമല്ലേ. അപ്പൊ ജനാധിപത്യ രീതി അനുസരിച്ച് സമൂഹത്തിൽ ഒരു മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് അവന് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? പ്രത്യേകിച്ച് ഒരാളെ കണ്ടില്ല, ഒരു മിസ്സിംഗ് കേസ് വരുമ്പോ ഇല്ല എന്റെ അച്ഛൻ സമാധിയായി. കാരണം ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ അച്ഛനും അമ്മയും മക്കളെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ അറിയാറുണ്ട്, അല്ലേ? അപ്പോ ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ നാളെ ശത്രുക്കൾ ഇതുപോലെ കൊല്ലുന്നതിന് പകരം അവരെന്തെങ്കിലും ചെയ്ത് ഇതുപോലെ കൊണ്ടുവച്ചിട്ട് നാളെ ഇത് മുതലെടുക്കും ആരെങ്കിലും. അത് സമാധിയാണ്, ആർക്കും ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയും? അപ്പൊ തീർച്ചയായിട്ടും അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മാധവനാണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ശ്രീ മഹാദേവൻ പറഞ്ഞോളൂ. കോട്ടയത്ത് കുമാരനെല്ലൂർ എന്റെ വീട്. ശരി, പറഞ്ഞോളൂ. അതെ, നമ്മുടെ രാജ്യത്ത് ഒരു നിയമവും നീതിയും എല്ലാം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. അതെ, ആ നീതി നിയമവും അനുസരിച്ച് പോകണം. നമ്മുടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കേണ്ട ഒരു നാടാണ്. പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും എല്ലാം കൂടിച്ചേരുന്ന ഒരു കാലഘട്ടമാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകരുത്. ആ മക്കളുടെയൊക്കെ പിന്നെ കാര്യം നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും അത് തെറ്റിദ്ധാരണ അയൽവക്കംകാർക്കും നാട്ടുകാർക്കും ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ആകരുത്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പം തന്നെ എല്ലാവരും കൂടെ സഹകരിക്കുന്നു, അദ്ദേഹത്തിന്റെ സമാധി ഒരുക്കുന്നു, ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നു.
ഇത് ആദ്യമാകാമായിരുന്നല്ലോ. നമ്മുടെ പോലീസും നീതി വകുപ്പിനും നീതിന്യായ വകുപ്പിനും ഒക്കെ ഒരു കാര്യമുണ്ട്. അത് അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കാനാണ് എല്ലാ പൗരന്മാർക്കും ആവശ്യം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സമുദായത്തിൽ വിശ്വസിക്കാം, ക്ഷേത്രത്തിൽ പോകാം, ആചാരങ്ങൾ നടത്താം. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉള്ള ഒരു രാജ്യത്താണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത രീതിയിൽ അവരവരുടെ ആവശ്യം നല്ലതായിരിക്കട്ടെ, ദൈവാധീനം ദൈവവിശ്വാസം എല്ലാം ഉണ്ടാകട്ടെ. അതാണ് ശരി. ശ്രീ ചന്ദ്രനാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ചന്ദ്രൻ, മലയാളി സമൂഹത്തിൽ അങ്ങനെ അടുത്തടുത്ത് കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾക്കാണ് താങ്കൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമ്മളിപ്പോ ഒരു ഹിന്ദു സമൂഹത്തിന് ഒരു യോജിക്കുന്നതാണോ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ബോഡി ഇതുപോലെ ഒരു ലോറിയിൽ കയറ്റിയിട്ട് ആ ബോഡിയുടെ അവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നില്ല? അങ്ങനെ ആദ്യം തല ഇതായിരുന്നു, പിന്നെ ഇങ്ങനെ കുത്തിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിന് തന്നെ, നമ്മുടെ ഹിന്ദു സമൂഹത്തിന് തന്നെ ശരീരമായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ചെയ്യാൻ തുടങ്ങും. അത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ശരീരമാണ് അത്. അല്ലല്ല, അത് ഇപ്പൊ ഇത്രയും ദിവസമായിട്ടുള്ള ഒരു ബോഡിയാണ്. ആ ബോഡിയോട് കാണിക്കുന്ന അനാദരവല്ലേ ഇത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ രാജേഷ് ആണ്, അമ്പൂരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ആ കുടുംബത്തെ വെറുതെ വിടണം. മാക്സിമം അപമാനിക്കാവുന്നിടത്തോളം അപമാനിച്ച് ഇനിയെങ്കിലും ആ കുടുംബത്തെ വെറുതെ വിടണം, പ്ലീസ്. അതാരാണ് ആ കുടുംബത്തെ ആരെങ്കിലും അപമാനിക്കുന്നത്? ആരാണ് അപമാനിക്കാതെ ഉള്ളത്? ഈ കേരള ജനതയിലെ അപമാനിക്കാതെ ആയിട്ടുള്ള ആരാണുള്ളത്? ഫേസ്ബുക്കിലൂടെയും മീഡിയ വഴി. സ്വാഭാവികമായും ശ്രീ രാജേഷ്, ഒരു മരണത്തിൽ സംശയം വരുമ്പോൾ ആ സംശയം ഉണ്ടാവാത്ത രീതിയിൽ മരണം വരുമ്പോൾ സാധാരണ ഇതിൽ എങ്ങനെയാണ് ഒരാൾ മരിച്ചത്? ആ ദുരൂഹതയൊക്കെ മാറ്റാനായിട്ട് ഒട്ടനവധി മാർഗങ്ങളുണ്ടായിരുന്നു. ഇതൊന്നുമല്ല. പരിശോധിക്കേണ്ടത് കല്ലറ പൊളിക്കാതെ ഒരാളെ മൃതദേഹം പരിശോധിക്കാൻ കഴിയും. എന്തായാലും അപമാനിച്ചു, പ്ലീസ് ഇനിയെങ്കിലും ആ കുടുംബത്തെ വെറുതെ വിടും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ സുനിൽകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീ സുനിൽകുമാർ. സാർ, ഞാൻ സുനിൽകുമാറാണ്. ഇവിടെ തിരുവനന്തപുരത്തുകാരനാണ്. ഇപ്പൊ കൊട്ടാരക്കര താമസം. പറഞ്ഞോളൂ. സാർ, തിരുവനന്തപുരത്ത് നമ്മുടെ സമാധി കളിപ്പാങ്കുളത്ത് 2 സമാധികൾ എന്റെ കുട്ടിക്കാലത്ത്, ഒന്ന് നേരിട്ടും അല്ലാതെയും ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള 2 സമാധി ക്ഷേത്രങ്ങളുണ്ട്. അത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് നേരിട്ട് കാണാൻ പറ്റിയതിൽ നന്ദിയുണ്ട്. പിന്നെ അത് ഭാഗ്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്വാമിക്ക് ആ ജീവന്റെ പുണ്യാംശമാണ് ഇന്ന് ലോകം മൊത്തം അറിയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായി, അതിൽ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ആൾക്കാരിൽ ഇന്നും അതൊരു ദുരൂഹതയായിട്ട് നിന്നേനെ. പൂർത്തിയായിട്ടില്ല ശ്രീ സുനിൽകുമാർ. രാസപരിശോധന ഫലങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും. വന്നിട്ടില്ല. എന്നാലും ശരി, ഇത് ഏതാണ്ട് 75% ഓക്കെയാണ്. അങ്ങനെ ഒരു ഓക്കെ എന്ന് പറയുമ്പോൾ കൃത്യമായ അതിന്റെ ഫലം വരണം. അത് സ്വാഭാവിക മരണമാണോ കൊലപാതകമാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തെങ്കിലും വീണ്ടും ദുരൂഹത ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിലേക്ക് ബോഡി വിട്ടു കൊടുക്കൂല. പരിശോധനയ്ക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ബോഡി സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, എന്തായാലും സ്വാമിക്ക് ഒരു ആ ജീവന്റെ പുണ്യാംശം കൊണ്ടാണ് ലോകം മൊത്തം അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് ഈശ്വരനോടും പറഞ്ഞൊരു കാര്യം ശരിയാണ്. എന്തായാലും ലോകം മുഴുവൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ അറിയപ്പെടുന്ന ഒരാളെ അല്ലായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിൽ പ്രശസ്തനായ ഒരാളായി ശ്രീ നെയ്യാറ്റിൻകരയിലുള്ള ഗോപൻ മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശ്രീ മുരളീധരനാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ശ്രീ മുരളീധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇപ്പം ഏതായാലും 2-3 ദിവസമായിട്ട് ഇങ്ങനെ സമാധി സ്വാമിയുടെ കാര്യം ചാനൽ വഴി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പലവിധ ജോലികൾ ചെയ്താണ് വന്നത്. പക്ഷെ എന്ത് ജോലി ചെയ്താലും ഈശ്വര വിശ്വാസം ഉള്ളിൽ കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് ആ വിശ്വാസമായി തന്നെ തുടർന്നു പോകും. പിന്നെ അദ്ദേഹം സമാധിയായി എന്ന് പറയുന്ന സന്ദർഭത്തിൽ മക്കളോട് പറഞ്ഞ സമാധിയാകുമെന്നും, പക്ഷെ മക്കള് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ നിയമമുണ്ട്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെയൊക്കെ ആരും അറിയാതെ മടക്കാൻ ചെയ്താൽ ഇങ്ങനെ ആൾ ജീവിച്ചിട്ട് പോകേണ്ട, നാളെ ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്നുള്ള സ്വഭാവമുണ്ട്. അപ്പൊ ആ ഒരു വിഷയം അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാതെ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമാധി ആയതാണെങ്കിൽ ഈ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുണ്ടലത്തിൽ നിന്നും ശിരസ് വഴിയൊക്കെ ജീവൻ പോകുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നേവരെ നമ്മുടെ ഈ സമാധിയെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടത്. ഞാനൊരു വിശ്വാസിയാണ്. പക്ഷേ അന്ധവിശ്വാസങ്ങളിലേക്കൊന്നും പോകുന്ന ബന്ധപ്പെട്ട അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് ഓരോരുത്തരുടെ സ്വകാര്യമായ വിഷയമാണ്. അവരെ എന്ത് വിശ്വസിക്കണം വിശ്വസിക്കേണ്ട. പക്ഷേ ഒരു നാട്ടിൽ മരണം നടന്നാൽ പാലിക്കേണ്ട സാമാന്യ നിയമക്രമങ്ങളുണ്ട്. അത് നമ്മൾ പാലിച്ചേ മതിയാവും. അതിന് വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ ആരെയും അറിയിക്കില്ല, ഡോക്ടറെ കൊണ്ടുവരേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല, രഹസ്യമായി അടയ്ക്കാൻ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കാനുള്ള അധികാരമില്ല. അതെ, നമുക്കൊരു നിയമമുണ്ട്. ആ നിയമത്തെ പരിപാലിച്ചെങ്കിൽ മാത്രമേ ആ സന്യാസി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം പ്രക്രിയകളും പ്രവൃത്തികളും. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവല്ല, വലിയ
ഉന്നതരായ ആളൊന്നുമല്ല. സാധാരണക്കാരനായ ഒരാളാണ് ജീവിച്ച് വളർന്നു വന്നു. അദ്ദേഹം സ്വാമിയാണ്. അദ്ദേഹം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇതുവരെ ഉണ്ടായിരുന്ന മരണം വരെ ഉണ്ടായിരുന്ന ഒരാളല്ല ഇനിയിപ്പോൾ ശ്രീ ഗോപൻ എന്ന് പറയുന്നത് മറ്റൊരാളായി. എന്തായിരുന്നാലും ഇതിനൊക്കെ ഒരു നിമിത്തമാവണമെങ്കിൽ ദൈവികമായ ഒരു സംഭാവനത്തിലുണ്ട് എന്നുള്ളത് പിന്നീട് താങ്കൾ അത് ശരിയാണ്. പ്രശസ്തിക്ക് അദ്ദേഹം മരണശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെ വേഗത്തിൽ കൂടിയത്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും ചെയ്യുന്നത്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് വെച്ച് ചിലർ മുതലെടുക്കുകയാണോ? എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. 3-4 ദിവസമായിട്ട് ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഏതായാലും ഞാൻ ഈ പണ്ടത്തെ ഒരു എണ്ണല്, ഞാൻ കാര്യം ഒരു നായരാതിൽ ഞാൻ ഇതുവരെ ശബരിമലയ്ക്ക് പോലും പോയിട്ടില്ല. കന്യാകുമാരി മുതല് വൈഷ്ണുദേവി വരെ നമുക്ക് ഇവിടെ 2218 ദൈവങ്ങളും ദൈവികളും ഉണ്ട്. അപ്പൊ ഒരെണ്ണം കൂടെ ഇപ്പൊ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ രാജ്യത്ത് ഇപ്പം ആൾക്കാർ ഭക്തരുണ്ട്, പൈസയുണ്ട്, ആൾക്കാർ വരാനും ഉണ്ടെങ്കിൽ നല്ല പരിപാടി. ഞാനിപ്പോ എന്റെ മോനോടും പറഞ്ഞു, ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ എന്നെ സമാധി ഇരുത്തിയിട്ട് ഒരു ചെറിയ പൂജയൊക്കെ നടത്തിയിട്ട് ഒരു ബുക്കിലെറ്റ് അടിച്ചിറക്കണം. എന്റെ അവിടെ വന്നിട്ട് പൂജ ചെയ്താൽ മക്കളുണ്ടാവും, കാലൊക്കെ ശരിയാവും, പിന്നെ അസുഖം മാറും എന്നൊക്കെ അടിച്ചിറക്കണം. ആൾക്കാർ വന്ന് പൂജ ചെയ്യും, പൈസയൊക്കെ ഇടും. നല്ലൊരു വരുമാന മാർഗമാണ്. കാരണം എല്ലായിടത്തും നല്ലോണം പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പരിപാടികൾ ഇപ്പം ദൈവങ്ങൾക്ക് കുറവൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അസുഖം വന്നാൽ അവർ അമേരിക്ക പോകും ചികിത്സിക്കാൻ. അവരാരും ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റിടത്തൊന്ന് പോയി പ്രാർത്ഥിച്ച് അസുഖം മാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പാവങ്ങൾ മാത്രം ഈ മണ്ഡലത്തിലൊക്കെ വിശ്വസിച്ച് നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സുകുമാരൻ നായരുടെ മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് പോലും. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. സാറിന് ഏതായാലും ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീനിവാസാണ് ചേരുന്നത്, കണ്ണൂരിൽ നിന്നാണ് ചേരുന്നത്. ശ്രീനിവാസ്, താങ്കൾക്ക് എന്താണ് താങ്കളുടെ ഒരു ഓർമ്മയിൽ ഇത്തരം ചില വാർത്തകളോ വിവാദങ്ങളോ ഒക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ശ്രീ രാജീവാണ് വൈക്കത്തുനിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് പറയാം. സാറേ, ഞാൻ പറഞ്ഞോളൂ. നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്. നമ്മുടെ രാജ്യത്തിലെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ജനിക്കുന്ന മണ്ണിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരു പാട്ട് വരെ ഉണ്ട്. ഞാൻ സംഗീത അധ്യാപകനാണ്. പക്ഷെ ഇത് ആ മനുഷ്യനെ ഇപ്പൊ എങ്ങനെ ജീവിച്ചാൽ ഇപ്പൊ ഒരു കസേര ഇരുത്തിക്കൊണ്ട് ഇട്ട് മൂടിക്കഴിഞ്ഞാൽ ആ ശവം എങ്ങനെ ദഹിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട്. എത്ര നാളും അദ്ദേഹം ആ ശവമായിട്ട് കഷ്ടപ്പെടണം. അത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഓരോരുത്തരുടെ ഒരാളെ ദഹിപ്പിക്കണോ അതോ ഒരാളെ സംസ്കരിക്കണോ അതോ ഇങ്ങനെ കുഴിച്ചു മൂടണോ അതിരുത്തണോ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമല്ല. അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്ന രീതിയിൽ ഒരു മൃതദേഹത്തെ സംസ്കരിച്ചാൽ നമുക്ക് അതിൽ ഇടപെടാം. അല്ലാതെ ഇത്രയും നാളെയും മക്കൾ അച്ഛനെ നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ കസേര എഴുതിക്കൊണ്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര നാൾ വരെ ആ കസേര പാവം പിടിച്ച മനുഷ്യരിക്കുന്നവയോ. ദാസേട്ടൻ പാടിയിട്ട് മനുഷ്യൻ മതങ്ങളെ ജനിച്ചു അവർ മണ്ണിലേക്ക് ജനിക്കുന്നു പറഞ്ഞു. ഞാൻ പാട്ടുകാരനാണ്, കുല്ലല രാജു എന്നാണ് പേര്. അതേതായാലും എനിക്ക് ഈ ഒരു സംഭവത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല. മഹാമോശമായിട്ട് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അബ്ദുൾ റഹ്മാനാണ് പൂനെയിൽ നിന്ന് ചേർന്നത്. ശ്രീ അബ്ദുൾ റഹ്മാൻ, നമസ്കാരമുണ്ട്. താങ്കൾക്ക് എന്താണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? സാറേ, വളരെ പരിതാപകരമായിട്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയെ. നമ്മളൊക്കെ ഹിന്ദു മതങ്ങളെ വളരെ ബഹുമാനിക്കുക ആദരിക്കുക ചെയ്യുന്ന ഒരാളാണ്. ഹിന്ദു സഹോദരങ്ങളോ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ ഒത്തിരിയുള്ള ആൾക്കാരാണ് എനിക്ക്. പക്ഷെ സാറേ, ഇത് കാണുമ്പോൾ വളരെ ദുഃഖമാണ് തോന്നുന്നത്. കാരണം കേട്ടുകേൾവി പോലും ഇല്ലാതെ ഒരു സംഭവങ്ങള് മഹാസമാധിയാവുക എന്നൊക്കെ പറഞ്ഞാല് മരിച്ചല്ല എന്നാ അവർ പറയുന്നത്. പക്ഷെ അത് ഏതാണ്ട് മരണപ്പെട്ടതല്ലേ, അങ്ങനെയല്ല സംഭവം. അവർ പറഞ്ഞ് മരിച്ചതല്ല സമാധി ആയതാണ്. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ വളരെ കേട്ടുകേൾവി പോലും ഇല്ലാതെ ഒരു ഇതാണ്. ഹൈന്ദവർക്ക് തന്നെ ഇതൊരു അവസാന ബുദ്ധിമുട്ടായി. ഇപ്പം യഥാർത്ഥത്തില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫോറൻസിക് റിപ്പോർട്ട് ഇങ്ങനെ ബാക്കിയുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ വീണ്ടും ഈ മൃതദേഹം കുത്തി തോക്കേണ്ട ആവശ്യം വരില്ലേ സാറേ? അപ്പം ഒരു സംശയങ്ങളല്ലേ, സംശയത്തിന്റെ ഇതിലല്ലേ നിൽക്കുന്നത്. ശരി, ശ്രീ സഞ്ജയ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ സഞ്ജയ് കുമാർ, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. ഓക്കെ. അപ്പോ താങ്കൾക്ക് അറിയാവുന്ന ആളായിരുന്നു ഇത്? അതെ, അറിയാവുന്ന ആളല്ല. ഇവിടുന്ന് കുറച്ച് ഒരു 1 കിലോമീറ്ററിനകത്തുള്ള ദൂരേ ഉള്ളൂ. താങ്കൾ നേരത്തെ കണ്ടിട്ടുണ്ടോ ശ്രീ ഗോപനെ? ആ പുള്ളിയെ ചെറിയ എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കണ്ടിട്ടുള്ളതായിട്ടാണ് എന്റെ അറിവ്. പയ്യനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ പുള്ളിയുടെ മകനെ. ഇപ്പോൾ നിങ്ങളുടെ നാട്ട് വലിയ രീതിയിൽ മറ്റു നാടുകളിലൊക്കെ അറിയുന്ന തരത്തിലേക്ക് പ്രശസ്തമായല്ലേ? അറിയുന്ന, അതാണ് സാറേ ഞാൻ പറയല്ല. ഇതിപ്പോ അവരുടെ കുടുംബത്തിലുള്ളവർ മാത്രം അറിഞ്ഞ് ചെറിയ രീതിയിൽ ആ നാട് മാത്രം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ഇപ്പൊ ലോകത്തുള്ള മലയാളികൾ മൊത്തം അറിയേണ്ട ഒരു രീതിയിലേക്ക് വന്നിരിക്കുക. അതൊരു നിയോഗമല്ലേ ശരിക്കും പറഞ്ഞ?
ശരി, പുള്ളി ആരും അറിയാതെ ഇത് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ രണ്ടാമതെനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ, നിങ്ങളുടെ ചാനൽ മാത്രമാണ് അന്നേ ദിവസം ഇത്രയും ദിവസം ലൈവ് ഉണ്ടായിരുന്നു, ഇന്നും ലൈവ് ഉണ്ടായിരുന്നു. വേറെ ഒരു ചാനലിൽ ഇത് ലൈവ് കാണിക്കുന്നില്ല. പ്രമുഖ ചാനലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു അങ്ങനെയൊന്നുമില്ല ശ്രീ സഞ്ജയ് കുമാർ. നമ്മുടെ ചാനൽ മാത്രമല്ല മറ്റു പല ചാനലുകളും ലൈവ് ഞാൻ ഇത് മൊത്തം ഫുള്ളായിട്ട് രാവിലെ മുതൽ ഈ നിങ്ങളുടെ ഇത് ലൈവ് തുടങ്ങിയ സമയം പോലെ നോക്കേണ്ട. വേറെ ഒരൊറ്റ ചാനൽ ഇട്ടിട്ടില്ല, നിങ്ങൾ മാത്രമാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടോ? ഇങ്ങനെ ഇത് വെളിയിൽ ആരും അറിയരുത് എന്നുള്ളൊരു അജണ്ട ഉണ്ടോ? ഇതിപ്പം അങ്ങനെ ആർക്കും ഒരു ചാനലുകൾ ഓരോരുത്തരുടെ ഓരോ വാർത്ത പലതരത്തിലുള്ള വാർത്തകൾ എല്ലാ ചാനലുകളും വാർത്ത ഏറിയും കുറഞ്ഞും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ആരും അറിയാതെ അവിടെ മാത്രം അറിയേണ്ട ഒരു കാര്യം ഇപ്പം എല്ലാവരും അറിയേണ്ട ഒരു രീതിയിൽ വന്നു. അത് ചിലപ്പം അയാൾക്കുള്ള നിയോഗമായിരിക്കും, ആ സ്വാമിക്കുള്ള നിയോഗമായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ആരും അറിയാതെ തീരേണ്ട ഒരു കാര്യമായിരുന്നു. ശരി, ശ്രീ സഞ്ജയ് കുമാറാണ് തിരുവനന്തപുരം. ശ്രീ വിനീഷാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ശ്രീ വിനീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, പിന്നെ ഗിരീഷ് അയ്യൂബാണ്, മലപ്പുറത്ത് അയ്യൂബാണ്. അയ്യൂബ് പറഞ്ഞോളൂ. ഒന്നുമില്ല, പിന്നെ അത് കോടതിന്റെ തീരുമാനം നല്ലൊരു തീരുമാനമായി. കാരണം ഇപ്പൊ അത് പിന്നെ സമാധി എന്ന് പറഞ്ഞത് അവരൊരു വിശ്വാസമാണ്, അത് അവർ ചെയ്യണം. അപ്പോ അത് നയപരമായിട്ടേ പറഞ്ഞോളൂ. നയപരമായിട്ട് തന്നെ ആകണമെന്നില്ലേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പൊ കോടതിന്റെ തീരുമാനം നല്ല തീരുമാനമായി എന്ന് പറയാം. കാരണം ഇപ്പൊ അതിനാരും എതിരല്ലോ, പക്ഷെ നയപരമായിട്ട് ആണെന്നുള്ളൂ. അതിപ്പോ ശരിയല്ലോ. മറ്റേ ഇപ്പൊ ഇത് എല്ലാവരും ശിവനാണ് തിരുവനന്തപുരത്ത്. ശ്രീ ശിവൻ, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? ശ്രീ ശിവൻ കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ശിവൻ പാറക്കാല. ഓക്കെ, പറഞ്ഞോളൂ. ഈ നമ്മുടെ ന്യൂസിന്റെ ഹെഡിങ് കൊടുത്തത് ശരിയായില്ല. നിങ്ങൾ വെറും തെറ്റാണ് അത് ചെയ്തത്. സമാധി വയ്ക്ക് മുതലെടുപ്പോ, അതായത് ഈ കുടുംബം സമാധി വയ്ക്കുമ്പോൾ ആരെങ്കിലും മുതലെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ? അതാ നിങ്ങളുടെ ആരെങ്കിലും മുതലെടുത്തോ? ഞങ്ങൾ കുടുംബത്തിന്റെ വിഷയത്തിലല്ല. ഈ സമാധി ഒരു ഒരാൾ സമാധി ഇരിക്കണോ, അദ്ദേഹത്തെ സംസ്കരിക്കണോ, അദ്ദേഹത്തെ കത്തിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കുടുംബത്തിന്റെ സ്വകാര്യമായ വിഷയമാണ്. പക്ഷേ ഇപ്പോൾ മുതലെടുത്തെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മുതലെടുപ്പ് സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ വെട്ടിലാക്കുകയാണ്. മനസ്സിലായില്ലേ? ആ ഹെഡിങ് ശരിയായില്ല. നിങ്ങൾക്ക് വേറെ എത്രയോ ഹെഡിങ് ഉണ്ട്. അതായത് ഈ സമാധിയെ കുറിച്ച് പ്രേക്ഷകർക്ക് പ്രതികരിക്കാം എന്നും പറഞ്ഞ് നിങ്ങളുടെ നമ്പർ കൂടി സമാധി വച്ച് ശ്രീ ശിവൻ, ഇത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ സമാധി അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നും വന്ന് നിൽക്കുന്നവരല്ലല്ലോ. ആണെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? മുതലെടുപ്പ് എന്ന ഹെഡിങ്ങിന് നിങ്ങൾ ശരി, ഞാൻ ശിവന്റെ ആ വിയോജിപ്പിനെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. അത്തരം വിയോജിപ്പുകൾ കൂടി ചേരുന്നതാണ് സമൂഹം. ശ്രീ ബിനു ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ബിനു, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? നമസ്കാരമുണ്ട്. നമസ്കാരം. എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വിശ്വാസം എന്ന് പറയുന്നതിൽ അതിൽ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. പക്ഷെ എന്റെ ഒരു സംശയം, ഇൻസുലിൻ എടുത്ത് എല്ലാ ദിവസവും ബിപിയുടെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ച ഒരു സ്വാമിയെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ സ്വാമി എന്ന് പറയുമ്പോൾ സമാധി എന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയൊരു ദൈവ മഹത്വം അങ്ങനെയുള്ള സ്വാമിയായി എന്ന് കരുതി ബിപിയുടെയും ഷുഗറിന്റെയും മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞാൽ സാറേ, ഇതും ഈ അങ്ങനെ ചെയ്തിരുന്ന ഇല്ലല്ലേ ഞാൻ പറയുന്നത് സാറേ. ഇന്ന് ഒരുപാട് രോഗങ്ങളുണ്ട്. പലരും ഇന്ന് പല സ്വാമിമാരടുത്തും പോകുന്നത് ഒന്നുകിൽ കടങ്ങൾ തീരാൻ, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും നേടുന്നതിന് വേണ്ടി. ഇതേ സ്വാമി തന്നെയാണ് അവിടെ അയൽക്കാരുടെ അടുത്ത് പോലും മിണ്ടത്തില്ലെന്നാണ് അറിയുന്നത്. മരുന്ന് എല്ലാ ദിവസവും കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് സമാധി എന്ന് പറയുന്നതെന്ന് ഇങ്ങനെ ഇപ്പൊ വേറെ ഒരു ചാനലും ലൈവ് ഇല്ല. പക്ഷെ ഈ ഒരു ചാനൽ മാത്രമേ ഇങ്ങനെ ലൈവ് കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അവരെ ഒരു വലിയൊരു സ്വാമിയായിട്ട് ഇപ്പൊ മാറ്റുന്നുണ്ട് ഈ ഒരു ചാനൽ. ഞങ്ങൾ ഇതിന്റെ ഇപ്പൊ തൊട്ടു മുമ്പ് ആൾ വന്ന് ഞങ്ങളെ വിമർശിച്ചത് സമാധി വെച്ച് മുതലെടുപ്പോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞത് താങ്കൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാധി വെച്ച് മുതലെടുപ്പോ എന്ന് പറയുന്നത് അതിന് ശരിയല്ല ഞങ്ങൾ കാണിക്കുന്നത്. നമ്മൾ സമൂഹത്തിലെ വാർത്തകൾ ഉണ്ടാകുമ്പോൾ ആ വാർത്തകളുടെ അനുകൂല വശവും എതിർവശവും എല്ലാം ഉണ്ട്. ആ വശങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. അല്ലാതെ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ ഇത് സമാധി വലുതാക്കണമെന്നോ ചെറുതാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെയ്യണമെന്നോ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഇതില് ഒരു പൊതുസമൂഹത്തിൽ ഇന്ന് ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള 21ാം നൂറ്റാണ്ട് ജീവിക്കുന്ന ഇത്രയധികം എഡ്യൂക്കേഷൻ, അത് ഇന്ത്യയിൽ നോക്കുന്ന ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇവിടെയും ഇത് വെച്ച് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തു വെച്ചത്. കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇത് സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും വീണ്ടും അതിനെയും ഏറ്റെടുക്കുന്ന കുറെ ആൾക്കാർ അവർ ചിന്തിക്കുന്നില്ല. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് സമൂഹത്തിനോട് അവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതാണ്. ശരി, താങ്കൾ പറഞ്ഞ അഭിപ്രായം വ്യക്തമാണ്. ഞങ്ങളും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കുന്നതും. ശ്രീ മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ മണി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് ശാസ്ത്ര വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. നമ്മളപ്പോൾ 4 ദിവസം മുമ്പാണ് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഒരു കൃത്യമായ നിശ്ചിത അകലത്തിൽ സെറ്റ് ചെയ്തത്.
ഇവിടെ മനുഷ്യന്റെ മരണപ്രധാനമായ അവയവങ്ങൾ വരെ വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് പോലെ മാറ്റി വെക്കാം എന്ന് തെളിച്ചു. അല്ല, അത് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മാത്രമല്ല, ഒരു ആത്മീയ ഗ്രന്ഥങ്ങളിലും ഇത്തരം കലാപരിപാടികളെ കുറിച്ചുള്ള വിവരണങ്ങളില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഭഗവത്ഗീതയില് കൃഷ്ണന്റെ ഭക്തന് വേണ്ട ഗുണങ്ങളെ കുറിച്ച് 12-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം തൊട്ട് പറയുന്നുണ്ട്. കാറൽ മാർക്സ് പറഞ്ഞ സോഷ്യലിസമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോ നല്ലൊരു സാമൂഹ്യ വ്യവസ്ഥിതി ഇതൊക്കെയാണ് ആത്മീയത, അല്ലാതെ ഈ കലാപരിപാടികളല്ല. ഇത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അംഗീകരിക്കാവുന്നതല്ല. ഇപ്പോൾ സത്യം പറഞ്ഞാല് ഈ പുരോഹിതന്മാര് വേഷം കെട്ടി റോഡിൽ കൂടി നടക്കാൻ പാടില്ല. കാരണം റോഡ് പൊതുത്തിലുള്ളതാണ്, പബ്ലിക്കിലുള്ളതാണ്. ഇയാൾ വേഷം കെട്ടി അമ്പലത്തിന്റെ ഉള്ളിലേ പാടും, മറ്റേ ദേവാലയത്തിന്റെ ഉള്ളിലേ പാടും. ഇവിടെ നിയമം മൂലം ഒരുപാട് കാര്യങ്ങൾ നിരോധിക്കേണ്ടതുണ്ട്, നടപ്പിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർക്കോ ഭരണാധികാരികൾക്കോ ഒരാൾക്ക് ഏത് വേഷം ധരിച്ച് നടക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ നഗ്നത കാണിച്ച് നടക്കരുത് എന്നതിനപ്പുറത്തേക്ക് ഏത് വേഷം എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനമല്ലേ? മനസ്സിലായി. താങ്കൾ പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിലാണ് എന്നത് മനസ്സിലായി. ശ്രീ പ്രസാദ് കുമാറാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ പ്രസാദ് കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോ ഒരു സന്യാസിയാകുക എന്ന് പറയുന്നത് ഏതൊരാളിനും ആകാമെന്ന് ഞാൻ കരുതുന്നു. അയാളുടെ മുൻകാല ജീവചരിത്രം എന്തു തന്നെയായാലും, അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെയായാലും, ഒരു പക്ഷേ ഒരു പുരോഹിതനൊന്നും ആകണമെന്നില്ല, സാധാരണക്കാരന് പോലും ആകാമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ആ സന്യാസ ജീവിതത്തിന് അനുസരിച്ചുള്ള നടപടികൾ, അത് മരണത്തിനായാലും സമാധിയിരുത്ത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വിശ്വാസത്തിന് അപ്പുറം ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെല്ലാം മുകളിൽ ഇത് ഒരു എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ബഹുസ്വരമായ ഒരു രാജ്യത്തെ എല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു അവർ. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ എല്ലാവരെയും ബാധിക്കുന്ന നിയമങ്ങളുടെ പരിധി മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമാണ്. ശ്രീ മോഹനാണ് പത്തനംതിട്ടയിൽ ചേരുന്നത്. ശ്രീ മോഹനൻ, അത്യന്തം കൗതുകകരമായ അല്ലെങ്കിൽ വിചിത്രമായ വാർത്തകളൊക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സത്യത്തിൽ ഞാനിത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നോർത്ത് ഇന്ത്യയിലാണോ എന്ന് പോലും സംശയിക്കുന്നു. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു പ്രദേശമാണോ സംശയിക്കുന്നു. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ വിശ്വസിക്കുന്നവർ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് മാറി. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ന്യൂസ് 18 പൊതുവേദിയിൽ ചർച്ച തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശുദ്ധമായതിനെ എന്നെന്നും. ഞാനൊരു പാപം ബക്കറ്റ്, ഹതഭാഗ്യൻ ബക്കറ്റ്, ഗ്രാഫീനില്ല ബക്കറ്റ്. കൗതുകകരമായ, കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത വിചിത്രമായ ഒരു വാർത്തയിലൂടെയൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടന്നു പോകുന്നത്. ഒരു സമാധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വിവാദങ്ങളാണ്. ഒരു വീട്ടുകാരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മാത്രം വിഷയം ആവേണ്ടിയിരുന്ന ഒന്നാണ്. അത് മറ്റൊരു തരത്തിലേക്കൊക്കെ ചില ആളുകൾ ചേർന്ന് ഇടപെടുകയും അത്തരത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നു. അത്തരമൊരു മുതലെടുപ്പ് ഇതിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ശ്രീമതി സരസ്വതിയാണ് അടുത്ത പ്രേക്ഷകയായി ചേരുന്നത്. ശ്രീമതി സരസ്വതി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീമതി സരസ്വതിയുടെ ടെലിഫോൺ ബന്ധം കട്ടായി എന്ന് തോന്നുന്നു. ശ്രീ അനീഷാണ് ബഹ്റിനിൽ നിന്നും. ശ്രീ അനീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വാർത്തയെ കാണുന്നത്? ആക്ച്വലി ഇതൊരു സമാധി എന്ന് പറയുന്നത് പല ആൾക്കാർക്കും അറിയാത്ത കൊണ്ടുള്ള ഒരു കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത് എങ്ങനെ ഇത് കമ്പാറ്റബിൾ ആണോ എന്നുള്ളതും അതും ഒരു വിഷയമാണ്. പക്ഷെ ഇദ്ദേഹം ഈ നമ്മൾ ന്യൂസിൽ അറിയുന്നിടത്തോളം ഇദ്ദേഹം കുറച്ചൊരു നമ്മുടെ സാധാരണ ഒരാളുടെ തലത്തിലല്ല അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിന്റെ മെഡിറ്റേറ്റിംഗ് പവറും. അപ്പൊ അദ്ദേഹത്തിന് സമാധിയിൽ എത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നില്ല. അങ്ങനെ അദ്ദേഹം ഏതെങ്കിലും അസാധാരണമായ ഒരു വ്യക്തിയായിരുന്നു എന്നോ അങ്ങനെ ഒരു പ്രത്യേക ഇതിൽ ജീവിച്ച ആളാണോ എന്നൊന്നും ആ നാട്ടിൽ നിന്ന് ഒരുപാട് പേരെ നമ്മുടെ റിപ്പോർട്ടർമാരടക്കം പോയി, പല ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടർമാർ പോയി. അങ്ങനെയുള്ള ആളുകളാരും അങ്ങനെ അദ്ദേഹത്തെ ഒരു അസാധാരണ ഒരു അവസാന കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നത് അത്തരം മനുഷ്യരെല്ലാ നാട്ടിലുമുള്ള മനുഷ്യരെ പോലെ ഒരു ആളായിരുന്നു. അദ്ദേഹം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിച്ചിരുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നതായി ആരും പറഞ്ഞ് നമുക്കറിയില്ല. അതെ സാർ. അപ്പോൾ ഇതിൽ എനിക്ക് ഒരേ കാര്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ കേരളത്തിലെ
അത് നോർത്ത് ഇന്ത്യയിലാണോ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ സംശയം പറയുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ലൈഫ് സ്റ്റൈലില് ഒരു സ്പിരിച്വൽ പാത്ത് കൂടിയുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാർക്കാണ് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ഈ സ്പിരിച്വൽ പാത്ത്, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിന്റെ ഒരു വളരെ ബേസിക് ലെവലുള്ള നോളജുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പാത്ത് എന്ന് പറഞ്ഞ് ഏതൊരു മനുഷ്യനും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതായിരിക്കും ഇതിന് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു ഡിഗ്രിയോ ഒരു ശ്രീ അനീഷ്, നമുക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ആത്മീയതയും ഇത്തരം അതിന്റെ അത്തരം കാര്യങ്ങളെയും ഇതിനെ ഒന്നും ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല. അത് കേരളത്തിൽ ഭാരതത്തിലടക്കം മാത്രം താങ്കൾ സ്വാമി വിവേകാനന്ദനടക്കമുള്ളവരുടെ ഗ്രന്ഥങ്ങളടക്കം വായിച്ചാൽ ഈ പറയുന്ന ആത്മീയതയും ഇതുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെടുത്താൻ കഴിയുമെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി തന്നെ എഴുതി എത്രയോ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. യു ഹാവ് ടു എക്സ്പീരിയൻസ് ബൈ യുവർ സെൽഫ്. സമാധി എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പുസ്തകം വായിക്കണം. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ ഓരോരുത്തർക്ക് അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിത പരിസരത്തിൽ നിന്നും ഓരോ തരത്തിൽ ഉള്ള വിശ്വാസങ്ങളോ തോന്നലുകളോ ഒക്കെ ഉണ്ടാവാം. ശ്രീമതി രോഹിണിയാണ് ബാലരാമപുരത്തു നിന്നാണ് ചേരുന്നത്. ശ്രീമതി രോഹിണി, താങ്കൾ ഈ അന്തരിച്ച ശ്രീ ഗോപനെ അറിയുന്ന ആളാണോ? അറിയുന്ന ആളല്ല. എനിക്കൊരു 8 വയസ്സുണ്ടായിരുന്നപ്പോ എന്റെ അമ്മയുടെ അച്ഛന്റെ അച്ഛനെ ഇങ്ങനെ സമാധി ഇരുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഞങ്ങൾ പൂങ്കോട് മുള്ളുവിള എന്ന് പറയുന്ന പൂങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്, ബാലരാമപുരം വെടിയച്ചൻ പോയിന്റെ അടുത്ത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അവിടെ ഇത് നമുക്ക് ഇത് കണ്ടതുകൊണ്ട് ഇത് വലിയ അസ്വാഭാവികതയായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഒരാള് മരിക്കുന്നതിന് മുമ്പ് അയാൾ ആഗ്രഹം എഴുതി വെക്കും എന്നുള്ളതാണ്. എഴുതി വെക്കുകയോ പറയുകയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അത് ആ മക്കൾ നിറവേറ്റി കൊടുക്കുന്നത്. അത് ഞാൻ എന്റെ 8 വയസ്സിൽ കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ആ കാലത്തൊക്കെ നാട്ടിൽ മരണമടയുന്ന ആളുകളെ ഇങ്ങനെ ഈ തരത്തിലേക്ക് ഇരുത്തുന്നവരുണ്ടായിരുന്നല്ലേ? എനിക്ക് 35 വയസ്സുണ്ട്. ഇപ്പൊ എന്റെ 8 വയസ്സിലാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. എന്റെ മുത്തച്ഛനെയാണ് അങ്ങനെ സമാധി ഇരുത്തിയിട്ടുള്ളത്. ശരി, ഓക്കെ. അത് ഇത് കണ്ട മനസ്സിലായി. അവിടെ ആ നാട്ടിലൊക്കെ അങ്ങനെ പുമ്പ് പതിവുണ്ടായിരുന്നു എന്നും ഒക്കെ. എനിക്കിപ്പോ 35 വയസ്സുണ്ട്. എന്റെ 8ാമത്തെ വയസ്സിലാണ് ഞാനത്. അപ്പോൾ അടുത്ത കാലത്താണ്. ശരി, ശ്രീമതി ദേവിയാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. ശ്രീമതി ദേവി, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കാനുള്ളത്? ശ്രീമതി ദേവിയുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ഋതുരാജാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഋതുരാജ്, താങ്കൾക്ക് പറയാം. ഹലോ, ഞാൻ ഈ ന്യൂസ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ. അപ്പോ ഇതിപ്പോ നാളെ ഈ ആളെ ഇപ്പം ദൈവമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. താങ്കളുടെ ടെലിഫോൺ വ്യക്തമാവുന്നില്ല. ഹലോ, താങ്കൾ പറയുന്നത് വ്യക്തമാവുന്നില്ല. അതിപ്പോ ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കുവാണ്. കൃത്യമായ മുതലെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും എനിക്ക് ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. ശ്രീ ഷാജിയാണ് കൊല്ലത്തു നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട്. പിന്നെ ഒരാള് മരിക്കുമ്പോ ദഹിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ അടക്കുക, മണ്ണിനടിയിൽ പെട്ടിയിലൊക്കെ കൂട്ടി സാധാരണ ചെയ്യുക, അതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം സമാധി ഇരുത്തുക എന്ന് പറയുന്നത് കുടുംബത്തിന്റെ അംഗങ്ങളുടെ ഇഷ്ടപ്രകാരം. അപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഞാനും ഒരു പിതാവാണ്, അതുപോലെ തന്നെ ഒരു മകനുമാണ്. ഈ മക്കളുടെ മുമ്പിൽ ഞാൻ സമാധിയാകാൻ പോകുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ മരിക്കുന്നത് കാത്ത് അവരടുത്തിരുന്നു, ശ്വാസം പോകുന്നതൊക്കെ നോക്കി. സാധാരണ ഒരു ഉത്തരവാദിത്തമുള്ള മകൻ എന്നുള്ള അർത്ഥത്തിൽ ആരായാലും പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ. അപ്പൊ ഈ പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു കൊച്ചു പയ്യൻ അപ്പൂപ്പൻ എപ്പോഴാ മരിക്കുന്നത്, നമുക്ക് പോകണ്ടേ എന്ന് പറയുന്നത് പോലെ കാത്തിരുന്നു എന്നുള്ളൊരു ആശങ്കയാണ് എനിക്കുള്ളത്. കേരളം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഈ 21ാം നൂറ്റാണ്ടിൽ? ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് ഇത്തരം വാർത്തകളും ഇത്തരം വിഷയങ്ങളും ഒക്കെ കാണുമ്പോൾ. ശ്രീ ഉണ്ണിയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ഉണ്ണി, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? നെയ്യാറ്റിൻകരയാണോ വീട്? ശ്രീ ഉണ്ണി, കേൾക്കാമോ? ഉണ്ണിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. പുഷ്പലതയാണ് വെഞ്ഞാറമൂട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി പുഷ്പലത, താങ്കൾക്ക് എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? തിരുവനന്തപുരത്ത് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കല്ലറയിൽ ആ മൃതദേഹം ഇരുത്തിയ നിലയിൽ
കസേരയിൽ ഇരുത്തിയ ശേഷം അവിടെ നിന്ന് എൻ്റെ മുകളിൽ നേരത്തെ ഇഷ്ടികയൊക്കെ വെച്ച് ഇപ്പോൾ ഭസ്മം വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സന്തോഷാണ് തലശ്ശേരിയിൽ നിന്നും ചേരുന്നു. ശ്രീ സന്തോഷ്, എന്തായാലും താങ്കൾ ഇത്തരമൊരു വാർത്ത, ഇത്തരമൊരു കൗതുകം അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടുണ്ടാവില്ല. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കൊറോണ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ട് സംഭവിക്കുമായിരുന്നു, അന്നേരം വിശ്വാസത്തിലുണ്ടായിരുന്നോ? കൊറോണ കാലത്ത് എല്ലാ വിശ്വാസികളും എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും ഒക്കെ അടച്ചുപൂട്ടി ആളുകൾ ഇരുന്നതാണ്. അതിനുശേഷം വീണ്ടും ഇദ്ദേഹം മരിക്കുന്നതിൽ എന്ത് സംഭവിക്കായിരുന്നോ? സമാധികൾ ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണം നടത്തുന്നത് കൊറോണ കാലത്തായിരുന്നെങ്കിൽ നമ്മൾ കല്യാണം നടത്തുന്നത് ആരിൽ നടത്തിയില്ലേ? അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യർക്ക് അത്തരം കാര്യത്തിൽ മനുഷ്യർ അത്രയും ബുദ്ധി കാണിക്കുന്നു എന്ന് കരുതിയാൽ മതി. സമാധി വെച്ച് മുതലെടുപ്പോ ആരാണ് അത് മുതലെടുക്കുന്നത്? ഹലോ, താങ്കൾ പറഞ്ഞോളൂ. സമാധി വെച്ച് മുതലെടുപ്പോ എന്നുള്ള ഹെഡിങ് ഉണ്ട് നിങ്ങളിതിൽ. ആരാണ് മുതലെടുക്കുന്നത്? അവരോ അല്ലെങ്കിൽ എതിർകക്ഷിക്കാരാ? അത് നമുക്ക് പലതരത്തിൽ ഒരു വീടുകാരുടെ സ്വകാര്യമായ ഒരു ചടങ്ങാവേണ്ടതാണത്. ഒരാൾക്ക് ചിലപ്പോൾ ഇനി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തെ ആ തരത്തിലേക്ക് സംസ്കരിക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സവുമില്ല. പക്ഷേ സംസ്കരിക്കുന്നതിന് മുമ്പ് ഒരാളുടെ മരണം ഉറപ്പാക്കാൻ ഡോക്ടറെ വിളിക്കേണ്ടതുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒക്കെ സംശയം ഉയർന്നു. സംശയം ഉയർന്നാലും ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിച്ചായിരുന്നെങ്കിൽ ഇങ്ങനത്തെ കല്ലറ തുറക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ശരി, ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. എന്തായാലും അമ്പിളിയാണ് ഗുരുവായൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീമതി അമ്പിളി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വാർത്ത കണ്ടിട്ട്? അത് അവരുടെ ഒരു വിശ്വാസമല്ലേ, അവരുടെ മക്കളുടെ ആ ഫാമിലിയുടെ ഒരു വിശ്വാസം. അതെ, അത് ആ മരിച്ച വ്യക്തിക്കും അങ്ങനെ മരിക്കണം, അങ്ങനെ സമാധിയിൽ ഇരിക്കണം എന്നുള്ള ആൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആദ്യം ആരുമില്ലാതെ രഹസ്യമായിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പൊ വളരെ പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് പറ്റിയ തെറ്റ് അത് മാത്രമായിരുന്നു. ഇന്ന് ഈ ചെയ്യുന്ന കാര്യം അന്നേ ചെയ്യുകയായിരുന്നു, ഇത്ര വിഷയമില്ലായിരുന്നു. അന്ന് ചെയ്തായിരുന്നെങ്കിൽ ഈ വരുന്ന ആള് ഇപ്പൊ നിൽക്കുന്ന ആളുകളൊന്നും കാണില്ലായിരുന്നു. അല്ല, പിന്നെ ആളിപ്പോ അറിയപ്പെട്ടില്ലേ? ഇതിപ്പോ നമ്മള് മനുഷ്യര്, അതായത് കേരളക്കാര് ഒട്ടാകെ അറിയപ്പെടുന്ന ഒരാളായി മാറി. അതെ, അത് ശരിയാണ്. അതുവരെ ആ തിയേറ്ററിലെ ആണല്ലോ നമ്മൾ ലൈവായിട്ട് കാണുന്നു. അങ്ങനെ മരണത്തോടുകൂടി അതിപ്രശസ്തനായി മാറിയ ഒരാൾ കൂടിയാണല്ലേ. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. സമാധിയൊക്കെ ഓക്കെ. ഇപ്പൊ ഈ കാണിക്കുന്നത് വെറും അന്യായമാണ്, അട്ടഹാസമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. നാളെ ഒരു ദൈവമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള കാണിപ്പാണ് ഇപ്പൊ ഈ നടക്കുന്നത്. മറ്റേതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ സാറേ, മറ്റേ ദാസൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മാന്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അയാളെ 2 തലമുറയ്ക്കാണ് അദ്ദേഹം വിളിച്ചത്. കണ്ടിയിൽ വിടണം, അങ്ങനെ പറഞ്ഞാൽ നോക്കൂല. അയാള് വിളിക്കുന്നവരിൽ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദാസൻ വളരെ ഇതിന് മുമ്പ് ഒരിക്കൽ സാറിട്ടപ്പോ ഒരാൾ അദ്ദേഹത്തിന് തന്ന അച്ഛനെ വിളിച്ചു, അത് സാറിനോട് സൂചിപ്പിച്ചു. അപ്പൊ പറഞ്ഞ അങ്ങനെ വിളിക്കുന്ന വ്യക്തി അല്ലാന്നാണ് സാർ പറഞ്ഞത്. ഞാൻ ഇന്നും പറഞ്ഞല്ലോ, ശ്രീ ജയകുമാർ ഇന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ദാസൻ കണ്ണൂർ നമ്മളെ സ്ഥിരമായി വിളിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അത് ചില ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരെങ്കിലും നമ്മളെ മോശം വഴിയിൽ നിന്ന് ഒരാൾ തെറി പറഞ്ഞു എന്ന് നമ്മളെയല്ല ബാധിക്കുന്നത്, അവരെയാണ് ബാധിക്കുന്നത്. അവരോട് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു, നിങ്ങൾ സംസ്കാര ശൂന്യതയാണ് കാണിച്ചത്, നിങ്ങളെ ശുദ്ധ വിവരക്കേടാണ് കാണിച്ചതെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. അതിന് അപ്പുറത്തെ വാക്കുകൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ഞാൻ കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും അങ്ങനെ നമ്മൾ ദാസൻ കണ്ണൂരൊക്കെ വിളിക്കുകയും മാന്യമായ രീതിയിൽ നിരന്തരം പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഉമേഷ് പാലയും നിരന്തരം വിളിക്കുന്ന ആളാണ്. പക്ഷേ ചില ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിയല്ല, അത് അദ്ദേഹം തന്നെ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത്. ശ്രീ അജിയാണ് കായംകുളത്ത് നിന്ന്. ശ്രീ അജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ മുഹമ്മദ് യൂസഫാണ്. ശ്രീ മുഹമ്മദ് യൂസഫ്, താങ്കളുടെ ഒരു ഓർമ്മയിൽ ഇത്തരം ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? സമാധി വെച്ച് മുതലെടുക്കുന്നു, ആര് മുതലെടുക്കുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല, എനിക്ക് തോന്നിയല്ല. നിങ്ങളുടെ ഹെഡിങ് ഞാനിട്ടതല്ലോ. ഞാനതാ ചോദിച്ചു, താങ്കൾക്ക് അങ്ങനെ ആരെങ്കിലും ഒരു മുതലെടുപ്പ് നടക്കുന്നതായി തോന്നുന്നില്ലേ? പിന്നെ മുതലക്കണ്ണീരൊഴുക്കി മുട്ടനാടുകളെ തമ്മി ചോര കുടിക്കാൻ വെമ്പും പോലെ
സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പോയി ശ്രീനാരായണ ഗുരുദേവന്റെ സർട്ടിഫിക്കറ്റ് തിരക്കിയിട്ടുണ്ടോ? ശ്രീ മുഹമ്മദ് യൂസഫ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കി. ശ്രീ മുഹമ്മദ് യൂസഫ് നിർത്തൂ. അതവിടെ നിൽക്കട്ടെ. ഇതേ വിഷയം തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ പ്രതികരണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ മുഹമ്മദ് യൂസഫ് അവിടെ നിർത്തൂ. ഒരു വിഷയം പറയട്ടെ, അങ്ങോട്ട് പറയുന്നത് കൂടി കേൾക്കൂ. നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതെ, മുതലെടുപ്പ് നടക്കുന്നുണ്ടെന്ന് സംശയമുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇട്ടത്. വേറെ ആരുമല്ല, നിങ്ങളെ പോലെ ചില മാധ്യമ പ്രവർത്തകര് മുതലെടുക്കുന്നു, അതേ ഉള്ളു കാര്യം. അത് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം, അത് താങ്കളുടെ അവകാശം, താങ്കൾക്ക് പറയാം. എഴുതി കാണിച്ചിരിക്കുന്ന സമാധി മുതലെടുക്കുന്നു എന്നുള്ള ഒരു ഹെഡിങ് പോലും ശുദ്ധ തോന്നിയാസമാണ്. ആയിക്കോട്ടെ, സമാധാനത്തിൽ കഴിയുന്ന ഒരു നാടിനെ എങ്ങനെ കുട്ടിച്ചോറ്? ഞങ്ങൾ ആരും സമാധാനത്തിൽ കഴിയുന്ന ഒരു നാടിനെയും കുട്ടിച്ചോറാക്കാൻ നോക്കുന്നില്ല. ആരാണ് കുട്ടിച്ചോറാക്കാൻ നോക്കുന്നതെന്നൊക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും കണ്ടാൽ, ഇത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതെ, മരണത്തിൽ ഒരു ദുരൂഹതയില്ല. അവരുടെ പിതാവ് എന്നുള്ള കാര്യം താങ്കളാണോ തീരുമാനിക്കുന്നത്? കുത്തിയിരിക്കുന്ന നിങ്ങളാണോ മുതലെടുക്കുന്നത്? ഇത് മുതലെടുക്കുന്ന നിങ്ങളാണ്. ശരി, ഓക്കെ, സമ്മതിച്ചു. താങ്കളുടെ അഭിപ്രായമൊക്കെ സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണ് ഞാൻ. ഈ നമ്മുടെ ലൈവ് യൂട്യൂബിൽ വരുന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും കൂടുതൽ, നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇത്തരം ഒരു നെയ്യാറ്റിൻകരയിൽ ഒരു ഗോവൻ മരിക്കുകയും അതിനെ സമാധിയാകുകയും ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നത് കടന്ന കൈയാണ് എന്ന് മാത്രമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലും ചരിത്രത്തോട് നീതി പുലർത്തലോ അല്ലെങ്കിൽ ചരിത്രബോധത്തിൻ്റെ ഒരു തരിമ്പെങ്കിലും ഉള്ള ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. അതിനൊക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണമൊക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ പ്രതികരണത്തിലൊക്കെ ആളുകൾ നേരത്തെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ട് പറഞ്ഞത്. ഞങ്ങൾക്കെതിരേതായാലും മുതലെടുക്കേണ്ട കാര്യമില്ല. എന്തായാലും കേരളം അതിവിചിത്രമായ ചില വാർത്തകളിലൂടെയാണ്, സംഭവങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ പ്രേക്ഷകർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. കേരള സമൂഹത്തിന് ആ വിഷയത്തോട് സ്വാഭാവികമായും പ്രതികരിക്കാൻ താല്പര്യമുണ്ടാവും, അല്ലെങ്കിൽ പ്രതികരിക്കാൻ അത്തരത്തിൽ ഇടം മറ്റിടങ്ങളിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ന്യൂസ് 18 പൊതുവേദിയിൽ ഈ വിഷയം ഇന്ന് എടുത്തതും അത്തരത്തിൽ പ്രതികരണം ഉണ്ടായതും. മഹാഭൂരിപക്ഷം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്താണെന്ന് പ്രേക്ഷകർ തന്നെ കേട്ടതുമാണ്. ആ തരത്തിലേക്കൊക്കെ ചിന്തിക്കുന്നവരും ചിലർ മറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അവകാശമാണ് ഏത് തരത്തിൽ ചിന്തിക്കണം അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണം എന്നുള്ളത്. പക്ഷേ പൊതുസമൂഹം മൊത്തം അത് അങ്ങനെയാണ് എന്ന് ആരും ധരിക്കരുത് എന്നതുകൂടി ഈ ചർച്ചയുടെ ഒരു തുകയായി നമുക്ക് പറയാൻ കഴിയും. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.